അപ്പോൾ ഫ്ലോ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സ്ട്രീം ലൈൻ ഫ്ലോയും അതുപോലെ ടർബുലൻറ്റ് ഫ്ലോയും ആണല്ലോ. ഇനി ഈ സ്ട്രീം ലൈൻ ഫ്ലോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിലൊന്ന് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്താണെന്ന് നോക്കാം. ഞാനൊരു പൈപ്പ് സങ്കല്പിക്കുകയാണ്. ഒരു പൈപ്പ് ഇങ്ങനെയുള്ള ഒരു പൈപ്പാണ് സങ്കല്പിക്കുക. ഒരു മെയിൻ പൈപ്പ് കൊണ്ട് ഒരു നാരോ പാർട്ടുള്ള ഒരു പൈപ്പ് സങ്കല്പിക്കുക. ഇങ്ങനൊരു പൈപ്പ് സങ്കല്പിക്കുക. ഈ പൈപ്പിന് രണ്ട് ക്രോസ് സെക്ഷൻ ആണ് അല്ലേ? ഇവിടെ ഒരു ക്രോസ് സെക്ഷൻ ഉണ്ട്, ഇവിടെ ഒരു ക്രോസ് സെക്ഷൻ ഉണ്ട്. ഈ പാർട്ടിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ ഞാൻ A1 എന്നും രണ്ടാമത്തെ പാർട്ടിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ ഞാൻ A2 എന്ന് സങ്കല്പിക്കുന്നു. ഫസ്റ്റ് പാർട്ടിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ A1, രണ്ടാമത്തെ പാർട്ടിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ A2. ഡിഫറെന്റ് ആയിരുന്നു. ഈ ഫസ്റ്റ് പാർട്ടിൽ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിന്റെ സ്പീഡ് V1 എന്നും രണ്ടാമത്തെ പാർട്ടിൽ ഒഴുകുന്ന ലിക്വിഡിന്റെ സ്പീഡ് ഞാൻ V2 എന്ന് സങ്കല്പിക്കുന്നു. ഒഴുകുന്നത് ഒരേ ലിക്വിഡാണ്. ആ ലിക്വിഡിന്റെ ഡെൻസിറ്റി റോ എന്ന് സങ്കല്പിക്കുക. അപ്പൊ ഡെൻസിറ്റി റോ രണ്ട് പാർട്ട്, ഫസ്റ്റ് പാർട്ടിന്റെ ഏരിയ A1, സെക്കൻഡ് പാർട്ട് ഏരിയ A2. ഫസ്റ്റ് പാർട്ട് വോളിയം വെലോസിറ്റി V1, സെക്കൻഡ് പാർട്ട് വെലോസിറ്റി V2. ഇതിന്റെ ലെങ്ത് ഞാൻ ഒന്നാമത്തിന്റെ L1 എന്നും രണ്ടാമത്തിന്റെ L2 എന്നും സങ്കല്പിക്കുകയാണ്. വെറുതെ ഫസ്റ്റ് പാർട്ടിന്റെ മെയിൻ പൈപ്പിന്റെ ലെങ്ത് L1 ആയിട്ടും രണ്ടാമത്തെ പൈപ്പിന്റെ ലെങ്ത് L2 ആയിട്ട് സങ്കല്പിക്കും. എങ്കിൽ എന്റെ ക്വസ്റ്റ്യൻ ആണ്, വോളിയം ഓഫ് ദ ലിക്വിഡ് എൻറ്ററിങ് അറ്റ് 1 സെക്കൻഡ് എത്ര? ഒരു സെക്കൻഡിൽ എൻ്റർ ചെയ്യുന്ന ലിക്വിഡിന്റെ മാസ് അല്ലെങ്കിൽ എമൗണ്ട് എത്ര? ഓരോ സെക്കൻഡിലും മാസ് ഓഫ് ദ ലിക്വിഡ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ദ ലിക്വിഡ് എൻറ്ററിങ് പെർ സെക്കൻഡ് എത്ര? മാസ് ഓഫ് ലിക്വിഡ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി, മാസ് മീൻസ് ക്വാണ്ടിറ്റി, മാസ് ഓഫ് ലിക്വിഡ് എൻറ്ററിങ് പെർ സെക്കൻഡ്. എൻറ്ററിങ് പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ മാസ് ബൈ ടൈം അല്ലേ? മാസ് ബൈ ടൈം. മാസ് ഓഫ് ലിക്വിഡ് എൻറ്ററിങ് പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ മാസ് ബൈ ടൈം. മാസിന് പകരം എനിക്ക് വോളിയം ഇൻറ്റു ഡെൻസിറ്റി എഴുതാം. സബ്സ്റ്റിറ്റ്യൂഷൻ ആലോചിക്കുക. മാസിന് പകരം വോളിയം ഇൻറ്റു ഡെൻസിറ്റി ബൈ ടൈം എന്ന് എഴുതാം. ഓക്കെ. അപ്പൊ മാസിന് ഒരു ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. മാസിന് പകരം വോളിയം ഇൻറ്റു ഡെൻസിറ്റി, ടൈം നേരത്തെ ഉള്ള. ഈ പൈപ്പിന്റെ നിങ്ങൾ എടുത്തേക്കുന്ന ഫസ്റ്റ് മെയിൻ പൈപ്പിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ A1 അല്ലേ? മെയിൻ പൈപ്പിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ A1 ആണ്. സംശയമില്ല, ഇല്ല. ഡെൻസിറ്റി റോയുമാണെങ്കിൽ ഇവന്റെ വോളിയം എന്ന് പറയുന്നത് ക്രോസ് സെക്ഷൻ ഏരിയ ഇൻറ്റു ലെങ്ത് എടുത്താൽ പോലെ. വോളിയം എന്ന് പറയുന്നത് ക്രോസ് സെക്ഷൻ ഏരിയ ഇൻറ്റു ലെങ്ത് ആണല്ലോ. അപ്പൊ ഇങ്ങനെ എഴുതാമല്ലോ, ഏരിയ ഇൻറ്റു ലെങ്ത് ഇൻറ്റു ഡെൻസിറ്റി ബൈ ടൈം. ഇനി എന്താ ലെങ്ത് ബൈ ടൈം? ലെങ്ത് മീൻസ് ഈ ലിക്വിഡ് ഇവിടുന്ന് ഇവിടം വരെ ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് ലെങ്ത് എന്ന് പറയുന്നത്. ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡ് വരെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് ലെങ്ത് എന്ന് പറയുന്നത് ആണല്ലോ അല്ലെ? ഡിസ്പ്ലേസ്മെന്റ് ലെങ്ത്. അപ്പൊ ലെങ്ത് ബൈ ടൈം എന്ന് പറയാൻ എന്താ അർത്ഥം? ലെങ്ത് ബൈ ടൈം മീൻസ് എന്താ അർത്ഥം? വെലോസിറ്റി ആണ്. അപ്പൊ ഈക്വൽ ടു എന്താ? ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു ഡെൻസിറ്റി എന്നതിനെ കൂടെ ഏരിയ ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു ഡെൻസിറ്റി എഴുതാം. ക്ലിയർ അല്ലേ? സംശയമില്ലല്ലോ. അപ്പൊ ഫസ്റ്റ് പാർട്ടിന്റെ നിങ്ങൾ എടുക്കുന്ന മെയിൻ പൈപ്പിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ A1, വെലോസിറ്റി V1, ഡെൻസിറ്റി റോയുമാണെങ്കിൽ മാസ് ഓഫ് ദ ലിക്വിഡ് എൻറ്ററിങ് പെർ സെക്കൻഡ് അറ്റ് 1 end is equal to A1 V1 റോ എന്നതിനെ കൂടെ ഇതാണ്. നോക്കുക,
ക്വാണ്ടിറ്റി ഓഫ് ദ ലിക്വിഡ് എൻ്ററിങ് പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ എൻ്റർ ചെയ്യുന്ന ലിക്വിഡിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ ടൈം. മാസ് എന്ന് പറയുമ്പോൾ വോളിയം ഇൻറ്റു ഡെൻസിറ്റി ബൈ ടൈം. ഓക്കെ, വോളിയം ഇൻറ്റു ഡെൻസിറ്റി ബൈ ടൈം. വോളിയത്തിന് പകരം ഏരിയ ഇൻറ്റു ലെങ്ത്. ക്രോസ് പൈപ്പ് ആയതുകൊണ്ട് ക്രോസ് സെക്ഷൻ ഏരിയയെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി? വോളിയമായി. അപ്പോൾ ഇൻറ്റു ഡെൻസിറ്റി ബൈ ടൈം. ലെങ്ത് ബൈ ടൈം എന്തുവാ? ലെങ്ത് ബൈ ടൈം എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമിന്റെ തുല്യം. എന്താ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം? വെലോസിറ്റി. അപ്പോൾ ഏരിയ, വെലോസിറ്റി, ഡെൻസിറ്റി. അപ്പോൾ ഫസ്റ്റ് പാർട്ടിന് എത്ര? A1 V1 റോ. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ പാർട്ടിന് എത്രയായിരിക്കും? സെക്കൻഡ് പാർട്ടിന്റെ ഈ പൈപ്പിൽ കൂടെ പുറത്തേക്ക് പോകുന്ന ലിക്വിഡിന്റെ അളവ്, ഓരോ സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിന്റെ അളവ് എത്ര? അത് A2 V2 റോ അല്ലേ ആയിരിക്കോ? ഇവിടെ A1 V1 റോ ആണെങ്കിൽ, ഇവിടെ A1 V1 റോ ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? A2 V2 റോ അല്ലേ? അപ്പൊ മാസ് ഓഫ് ദ ലിക്വിഡ്, ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് outgoing is equal to outgoing is equal to A2 V2 റോ. ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധം പറയാമോ? അല്ലെങ്കിൽ ഈ പൈപ്പിനകത്തേക്ക് ലിക്വിഡ് സ്റ്റഡിയായിട്ട് ഫ്ലോ നടക്കുകയാണെങ്കിൽ ഇതിനകത്തോട്ട് എൻ്റർ ചെയ്യുന്ന ലിക്വിഡ് എത്രയാണോ അത്രയും ലിക്വിഡിലെ ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റുള്ളൂ. ഓരോ സെക്കൻഡിലും എത്ര എൻ്റർ ചെയ്യുന്നുണ്ടോ അത്രയും മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പുറത്തു പോകാൻ പറ്റുള്ളൂ. അങ്ങനെയെങ്കിൽ എൻ്റർ ചെയ്യുന്ന എത്ര? ഒരു സെക്കൻഡിൽ എൻ്റർ ചെയ്യുന്നത് A1 V1 റോ. ഔട്ട് ഗോ ചെയ്യുന്നത്, പുറത്തേക്ക് പോകുന്നത് A2 V2 റോ. അപ്പൊ എൻ്റർ ചെയ്യുന്നത് A1 V1 റോയും ഔട്ട് ഗോ ചെയ്യുന്നത് A2 V2 റോയും ആണെങ്കിൽ ഇവ തമ്മിലുള്ള ബന്ധം എന്താ? A1 മാസ് ഓഫ് ലിക്വിഡ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് എൻ്ററിങ് അറ്റ് വൺ എൻഡ് ഈക്വൽ ടു ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് ഔട്ട് ഗോയിങ് ഇൻ അതർ എൻഡ് ഫോർ എ സ്ട്രീം ലൈൻ ഫ്ലോ. ഫ്ലോ സ്ട്രീം ലൈൻ ആയിരിക്കണം. അപ്പൊ എന്ത് ചെയ്താൽ A1 V1 റോ ഈസ് ഈക്വൽ ടു A2 V2 റോ ചെയ്താൽ റോ ക്യാൻസൽ ആയിപ്പോയി, റോ കട്ട് ചെയ്ത് പോയി. ബാക്കി എത്രയുണ്ട്? A1 V1 ഈക്വൽ ടു A2 V2 എന്നുണ്ട്. A1 V1 is equal to A2 V2. അതിന്റെ അർത്ഥം എന്താ? ഒരു സ്ഥലത്തുള്ള ഏരിയയുടെയും വെലോസിറ്റിയുടെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അടുത്ത എൻഡിലുള്ള ഏരിയയുടെയും വെലോസിറ്റിയുടെയും പ്രോഡക്റ്റിന് തുല്യം. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഏരിയ ഇൻറ്റു വെലോസിറ്റി ഈക്വൽ ടു എ കോൺസ്റ്റന്റ്, AV ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഈ ഇക്വേഷൻ വിളിക്കുന്ന പേരാണത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് വിളിക്കുന്നത്. കണ്ടിന്യൂറ്റി. അപ്പൊ എന്താ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി? ഇറ്റ് ഗീവ്സ് ദ റിലേഷൻ കണക്റ്റിംഗ് ഏരിയ ആൻഡ് വെലോസിറ്റി. ഏരിയയും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആണ് ഏത്? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത്. എത്ര? A1 V1 is equal to A2 V2. അപ്പൊ AV is a കോൺസ്റ്റന്റ് ആണെങ്കിൽ ഏരിയ വെലോസിറ്റി ബന്ധം പറഞ്ഞ് രണ്ട് ക്വാണ്ടിറ്റികളുടെ പ്രോഡക്റ്റുകൾ കോൺസ്റ്റന്റ് ആണെങ്കിൽ ദേ ആർ ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ അല്ലേ? ഏരിയ എന്ന് പറയുന്നത് വെലോസിറ്റിക്ക് ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ ആണ്. എന്ന് വെച്ചാൽ ഏരിയ കൂടിയാൽ വെലോസിറ്റി കുറവായിരിക്കും, ഏരിയ കുറഞ്ഞാലോ വെലോസിറ്റി കൂടുതലായിരിക്കും. ഏരിയ കുറഞ്ഞാൽ വെലോസിറ്റി, ഫ്ലോയുടെ വെലോസിറ്റി കൂടും, ഏരിയ കൂടിയാൽ വെലോസിറ്റി കുറയും. അതിലെ നമ്മൾ പൈപ്പിലൂടെ വെള്ളം വരുമ്പോൾ പൈപ്പിന്റെ എൻഡ് ചെറിയ ഓസൊക്കെ ആണെങ്കിൽ ആ ഓസ് ഒന്ന് ഇറുക്കി പിടിച്ചു കഴിഞ്ഞാൽ ഫ്ലോയുടെ വെലോസിറ്റി കൂടത്തില്ലേ? ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ ദൂരോട്ട് വെള്ളം പമ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ട്യൂബിന്റെ എൻഡ് നമ്മൾ എന്ത് ചെയ്യും? എൻഡ് നമ്മളൊന്ന് പ്രസ് ചെയ്യും, അല്ലെങ്കിൽ എന്താ കൈവച്ച് മടക്കി പിടിക്കും, കൈവച്ച് അടച്ചു പിടിക്കുമ്പോഴത്തേക്ക് ആ ഏരിയ കുറഞ്ഞു, സ്പീഡ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഏരിയ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി. ദാറ്റ് ഇക്വേഷൻ ഈസ് കാൾഡ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അപ്പോൾ എന്താ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി? ഫോർ എ സ്ട്രീം ലൈൻ ഫ്ലോ ദ പ്രോഡക്റ്റ് ഓഫ് ഏരിയ ആൻഡ് വെലോസിറ്റി ആൾവേസ് റിമൈൻസ് constant. AV equal to a constant. Area is velocity of the flow is inversely proportional to cross section area.